വാഷിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ടോ? വാഷിംഗ് കഴിഞ്ഞിട്ട് നമ്മളത് സർവീസിൻ്റെ വേണ്ടി അയച്ചിട്ടുണ്ട്. വാട്ടർ സർവീസ് അത്യാവശ്യം നമുക്ക് അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെടി കാര്യങ്ങളൊക്കെ ആവും. ഫുള്ളായിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് കയറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ മാക്സിമം തീർന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ ലൈനറൊന്ന് മാറ്റിയിടാം. അതേപോലെ തന്നെ ഈ വീൽ റബ്ബർ ഒരല്പം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ എയർ ഫിൽറ്റർ ഒന്ന് ചേഞ്ച് ചെയ്തിടണം. കാരണം എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ കളർ യെല്ലോ കളറാണ്. അത് പൊടി കയറിയിട്ട് ബ്ലോക്ക് വരുമ്പോഴാണ് ഈ ഒരു കണ്ടീഷനിലേക്ക് ആവണം കേട്ടോ. അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. കാർബറേറ്റർ ഇരിക്കുന്നത് പുതിയ കാർബറേറ്റർ ഇരിക്കണേ. പ്ലഗും നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ പ്ലഗും കൂടി ഒന്ന് മാറ്റിയിടാം. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചപ്പോഴേ ഓയിലിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. തീരെ ഓയിലുണ്ടായില്ല. അപ്പോൾ ഓയിൽ വളരെ കുറവായതുകൊണ്ട് തന്നെയാണ് ടൈപ്പ് എഞ്ചിൻ അത്ര പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്നത്. കാരണം ഓയിൽ കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ പുഷ് റോഡ് തന്നെയുണ്ട്. ആ പുഷ് റോഡ് ടെൻഷൻ ഇല്ലാതെ കൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ചെയിൻ പെട്ടെന്ന് ലൂസായി പോകും. അതാണ് സംഭവിച്ചാണ്. തന്നെയല്ല ഇപ്പോൾ ഈ ഓയിൽ ലെവൽ ഇത്ര കുറഞ്ഞ് ഓടി സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും പുകയുടെ പ്രശ്നം വണ്ടിക്ക് ഉണ്ടാവും. സൈലൻസറിൽ നിന്ന് പുക വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അതിനകത്ത് സിലിണ്ടർ പിസ്റ്റണൊക്കെ സ്ക്രാച്ച് വന്നിട്ടുണ്ടാവാനായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്, ഓയിലില്ലാത്തത് കൊണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് ബാക്കിയത്തെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിടാം, ഓയിലും മാറ്റാം. അതിനുശേഷം നമുക്ക് പുകയുടെ പ്രോബ്ലം എന്തെങ്കിലും മണ്ണുണ്ടോ എന്ന് നോക്കാം. മണ്ണുണ്ടെങ്കിൽ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും. എഞ്ചിൻ്റെ ഹാഫ് ഭാഗം പോർഷൻ നമ്മളത് അഴിച്ചിട്ട് നമുക്ക് എഞ്ചിൻ വർക്കായിട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നത്. നമുക്ക് ഉപയോഗിക്കാം, എന്തോരം ഉപയോഗിച്ച് നോക്കാം. എത്രത്തോളം പുകയുടെ പ്രശ്നം എന്തെങ്കിലും കാണുന്നുണ്ടോ, ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നുണ്ടോ, അതൊക്കെ നോക്കിയതിന് ശേഷം ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഓയിൽ മാറ്റിയിട്ട് ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്റർ, ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ എപ്പോഴാണോ ആദ്യം തന്നെ അപ്പോൾ നമുക്ക് കയറ്റിയിട്ട് അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്യുക, എത്രത്തോളം കുറഞ്ഞു പോകുന്നുള്ളത്. കൂടുതലായിട്ട് കുറേണ്ടി നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ എല്ലാ പോർഷനും തന്നെ തേയ്മാനത്തിലേക്ക് പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസാണ് കേട്ടോ. ഒരു മാസം കഴിഞ്ഞാൽ നോക്കിയാൽ മതി. പിന്നെ ഫ്രണ്ടിലെ മൺകാട് ഓൾറെഡി പൊട്ടിയിരിക്കണം, നമുക്കൊന്ന് മാറ്റിയിടാൻ. എൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ചേഞ്ച് ചെയ്യാണ്ട്, ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിൻ്റ് തെളിയണില്ല, അത് ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് മാറ്റിയിടാണ്ട്. പിന്നെ മെയിനായിട്ട് അതൊക്കെ ഉള്ളൂ. ഇതിൽ ഇരിക്കുന്ന ബാറ്ററിയൊക്കെ പുതിയ ബാറ്ററിയാണ്, 2023 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററി 12 വോൾട്ട് 5 ആമ്പിയറുള്ള ബാറ്ററി വാറണ്ടിയിലുള്ളതാണ്. ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഓക്കെ കാണിക്കുള്ളൂ, കാരണം കഴിഞ്ഞാൽ പുതിയ ബാറ്ററിയാണ്, കംപ്ലൈൻ്റ് ഒന്നുമില്ല. സർവീസിനകത്ത് അത് ഇൻക്ലൂഡ് ആയതുകൊണ്ട് ചെക്ക് ചെയ്തെന്നുള്ളൂ കേട്ടോ. പിന്നെ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ പ്ലഗിൻ്റെ കേസൊക്കെ പറഞ്ഞായിരുന്നു, അതാണ് അത്രയാണ് ചെയ്യേണ്ടത്. പിന്നെ സെൽഫ് എടുക്കാത്തതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ സെൽഫിൻ്റെ മോട്ടറിൻ്റെ കാർബൺ പോയേക്കാണ്. ഇതാണ് ശരിക്കും ഇതിൻ്റെ വണ്ടിമേ ഉണ്ടായിരുന്ന കാർബൺ ഫുള്ള് തേഞ്ഞ് പോയേക്കാണ്. ഇപ്പോൾ പുതിയത് നമ്മൾ സെറ്റ് ചെയ്തതാണ്. സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കാർബണിന് മാത്രം നമുക്ക് 260 രൂപ നമുക്ക് റേറ്റ് വന്നുണ്ട്, ബ്രഷിന് മാത്രം കേട്ടോ. ഇത്രയും തിക്നെസ്സിലുള്ള സാധനമാണ്. അത് നമ്മൾ ഓരോ പ്രാവശ്യം സെൽഫ് അടിക്കുന്ന സമയത്ത് തേഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കൂടുതൽ നമ്മൾ ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ ഓയിൽ ലെവൽ കുറഞ്ഞേക്കണ കേസ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നോക്കിയിട്ട് വേണം, അതനുസരിച്ച് അതല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. ഇടയ്ക്ക് എപ്പോഴും നോക്കണം, അതല്ലെങ്കിൽ ഈ പ്രശ്നമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ വീഡിയോ കൂടി ഇട്ടേക്കാം, അപ്പോൾ അതും നോക്കാം. വാട്സാപ്പിൽ അതിൻ്റെ എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇട്ടേക്കാം. ഓക്കെ.